അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. ഈ വീഡിയോ കാണുന്നവർ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയാനാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സഹോദരന്മാരെ, പ്രസ് ഓൺ എന്ന് പറയുന്നൊരു TV ഈ ചാനലിൽ യൂട്യൂബിൽ ഞാൻ ഒരു വാർത്ത കണ്ടു. അതായത് നമ്മൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് കൊടുത്തോളാൻ പറഞ്ഞു എന്നുള്ള ഒരു ചർച്ചാ വിഷയം. അതായത് ഇതിനു മുമ്പ് ആരും ലീഗിന് വോട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ആർക്കും കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ജിഫ്രി തങ്ങൾ എന്തോ ലീഗിന് എതിരായിട്ട് സംസാരിക്കുന്നു എന്ന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അങ്ങനെ ഒരു വീഡിയോ ഇന്ന് വാർത്തയാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു മറുപടി ആയിട്ട് ഇടുന്നത്. അത് കേൾക്കുന്ന എൻ്റെ മുസ്ലിം ലീഗിൻ്റെ സഹോദരന്മാരെ തിരക്കേടില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളെയും തിരക്കേടില്ല. എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് വെച്ചാൽ, അതായത് സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡൻ്റായ കാലം മുതൽ ഇന്ന് വരെക്കും മൂപ്പർ പറയുന്ന ഒരേ വാക്കാണ്, സമസ്തയ്ക്ക് ഒരു വിശ്വാസവും സമസ്തയ്ക്ക് ഒരു അടിത്തറയൊക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ് സമസ്ത തീരുമാനം എടുക്കുന്നത്. അതിൽ രാഷ്ട്രീയപരമായിട്ടോ മറ്റേതെങ്കിലും മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വർഗീയപര ചിന്താഗതി അതൊന്നും സ്ഥാനം ഈ സമസ്തയിലില്ല. അവർ രാഷ്ട്രീയക്കാർ വേറെ സമസ്ത വേറെ എന്ന് തങ്ങൾ പ്രസിഡൻ്റ് ആയ കാലം മുതലേ പറയുന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഈയിടെയായിട്ട് ഇപ്പോൾ പല കാര്യങ്ങൾ PMS സലാം, സാജി, സാദിഖ് തങ്ങൾ ഇവരൊക്കെ ആയിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ അത് രാഷ്ട്രീയപരമായ ഒരു സമസ്തയിൽ കൂട്ടിക്കലർത്തുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഇതേ ജിഫ്രി തങ്ങളൊക്കെ ഇടയ്ക്ക് നിന്നതും അതുപോലെ തന്നെ അതിനെപ്പറ്റി ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാവുകയും അത് ഇപ്പോൾ ലീഗും സമസ്തയും വേറെ ആവുന്നൊക്കെ പറഞ്ഞ് ചർച്ചാ വിഷയം ഇപ്പോൾ അടുത്ത് 2-3 മാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് പിന്നെ തങ്ങൾ പറയുന്ന ഒരു വാക്ക് എപ്പോഴും അത് ഒരേ വാക്ക് തന്നെയാണ്, അല്ലാണ്ട് രാഷ്ട്രീയപരമായിട്ടല്ല. ഇത് യാഥാർത്ഥത്തിൽ വെച്ചെങ്കിൽ ഈ സമസ്തയുടെ ജിഫ്രി തങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഈ മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം. മൂപ്പർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ചായ്പിൻ്റെ കാര്യങ്ങളൊന്നുമല്ല മൂപ്പർ. അതായത് സമസ്തയിലുള്ളവർ ലീഗിലുണ്ട്, ലീഗിലുള്ളവർ സമസ്തയിലുണ്ട്, AP വിഭാഗത്തിലുള്ളവർ ലീഗിലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ജിഫ്രി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനൊന്നും പറ്റില്ല. ആ ചർച്ച ചെയ്യുന്ന നമ്മൾ ചോദിച്ചിട്ട് പ്രയോജനമുള്ളൂ. അതിലൊക്കെ രാഷ്ട്രീയക്കാർ അതിൻ്റെ മറുപടി പറയും. ഞാൻ ഈ സമസ്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കത് മറുപടി പറയാനേ പറ്റുള്ളൂ. ബാക്കിക്കത് രാഷ്ട്രീയക്കാരോടും കൂടി ചോദിക്കണമെന്ന് സാധാരണ പറഞ്ഞ് മൂപ്പർ ഒഴിഞ്ഞു മാറാനാണ്. അപ്പോൾ ഇപ്പോൾ ഈ സംസാരിച്ച സന്ദർഭത്തിൽ ഈ ചാനലുകാരൻ അങ്ങനെ പറയാനുള്ള വേറെ ഒരു കാരണം കൂടി ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചേക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻകാലങ്ങളിൽ പിന്നെ ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ ഉണ്ടായ പോലത്തെ ലീഗിൻ്റെ നേതാക്കന്മാരല്ല ഇപ്പോൾ അടുത്ത കാലത്ത് ലീഗിൻ്റെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ. അതായത് CH മുഹമ്മദ് കോയ സാഹിബ്, പിന്നെ ബനാത്ത് ബാല, ഇബ്രാഹിം സുലൈമാൻ സേട്ടു, മുഹമ്മദ് ഷിഹാബ് തങ്ങൾ ഇവരൊക്കെ മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അടുത്ത കാലത്ത് കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ പല മാറ്റങ്ങൾ ഈ ലീഗിൽ കാണുന്നത്. കാരണം വെച്ചാൽ മുൻകാലങ്ങളിൽ അതായത് സമസ്തൻ്റെ ഒന്നിച്ച് തന്നെയായിരുന്നു തങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നത്. കാരണം തങ്ങന്മാർ ആ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ ഈ മതപരമായ ഒരു ചിട്ടയോട് കൂടിയിട്ട് ആ പാർട്ടി ഇങ്ങനെ പോകുമ്പോൾ തങ്ങന്മാർക്ക് തലപ്പത്ത് ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതൽ സമാധാനം ഉണ്ടാകുന്നത് ഈ തങ്ങന്മാരെ പോലത്തെ ആളുകളും അതുപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. സമസ്തയും ലീഗലും ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതിൻ്റെ ആ ഒരു അടിത്തറയോടുകൂടി അങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമ്മളുടെ പ്രശ്നങ്ങളില്ലാതെ വളരെ ശാന്തിയോടും സമാധാനത്തോടും പോകുന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വെച്ചെങ്കിൽ ആ രൂപത്തിലല്ല പോകുന്നുള്ളത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് പല രൂപത്തിൽ മാറി ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ചെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ എന്തെങ്കിലും ഈ UDFൻ്റെ ഇലക്ഷൻ കാര്യങ്ങളായിട്ട് വരുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് ഷിഹാബ് തങ്ങളെ വീട്ടിൽ പോയിട്ടാണ് കോൺഗ്രസ്സുകാർക്ക് തീരുമാനം എടുക്കലും അതിന് അപ്പുറപ്പുറം ആലോചിച്ച് ചിന്തിച്ച് വേണ്ട തീരുമാനമൊക്കെ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഒരു ഏകത്തിലെത്തിയ ശേഷം പ്രസ്താവനയൊക്കെ നടത്തുള്ളൂ. ഇപ്പം ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ ഇവരൊക്കെ മരണപ്പെട്ടിട്ട് പോയ ശേഷം ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നയങ്ങളും കോൺഗ്രസിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കന്മാർ അവർ ബഹുമാനിക്കുന്നതും അവർ കളിപ്പിക്കുന്നതും കുരങ്ങ് കളിപ്പിക്കുന്നതും ഒക്കെ ഇന്ന് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇവർ നമ്മൾ ഈ സമസ്തയിലുള്ള ചില നേതാക്കന്മാർ തന്നെ ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ സമസ്തനെയും ലീഗിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കലർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇതിലുണ്ട്. അപ്പോഴൊക്കെ ഈ പിന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ്. അതായത് ഇത് ഇന്ന് എന്നോട് ചോദിച്ചിട്ട് പ്രയോജനം, അല്ലെങ്കിൽ ഞാനതിൽ സഹകരിക്കുന്നില്ല. കാരണം വെച്ചെങ്കിൽ എനിക്ക് സമസ്തൻ്റെ ഒരു 1000 കൊല്ലത്തെ 100 കൊല്ലത്തിൻ്റെ പഴക്കമുള്ളൊരു ചരിത്രമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഞാൻ ഈ സമസ്തയും കൊണ്ട് മുമ്പോട്ട് പോകുന്നുള്ളൂ. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലം മാറാതൊക്കെ. കാരണം മൂപ്പർ പറയുന്നതിൻ്റെ കാരണം വെച്ചെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ വെച്ചെങ്കിൽ രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം ഇപ്പോഴത്തെ അടുത്ത് തന്നെ നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ ഈ സീറ്റിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് എത്ര ദിവസമായി ഈ ലീഗിനെ കുരങ്ങളിപ്പിക്കുന്നു. അപ്പോൾ ആ കുരങ്ങ് കളിപ്പിക്കുന്നത് തന്നെ മനസ്സിലാക്കി പറയാം. അതുമാതിരി രാവിലെ ഒരിക്കലും കുഞ്ഞാലിക്കുട്ടി ഒന്ന് പറയുന്നത്, സാധിക്കില്ലങ്ങൾ ഒന്ന് പറയുന്നു, വൈകുന്നേരം മറ്റൊന്ന് പറയുന്നു. അതുമാതിരി ജിഫ്രി നിങ്ങൾക്ക് പറയാൻ പറ്റൂല. എന്നാൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നാവപ്പം മാറ്റാനും തിരുത്താനൊന്നും പറ്റൂല.
അപ്പം ദീനിൻ്റെ ഷെറിൻ്റെ കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ എന്നുള്ള നിലക്ക് മൂപ്പർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. അല്ലാണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നല്ല മൂപ്പർ പറയുന്നതിൻ്റെ ഉദ്ദേശം. മുന്നേ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ ലീഗിൽ പിന്നെ AP-ക്കാരുണ്ട്, EK-ക്കാരുണ്ട്. അപ്പോൾ അത് ആടെ ഒരു ചർച്ച വിഷയമല്ല. പക്ഷേ ഇന്നിപ്പോൾ ചർച്ച വിഷയം ആയതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചിട്ട് ഈ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലീഗിൻ്റെ മറ്റ് പല നേതാക്കന്മാരും പോരായ്മകൾ കൊണ്ട് ഇപ്പോൾ ഇന്ന് നിലവിൽ മുസ്ലിം ലീഗിനൊക്കെ വെറും ഇങ്ങനെ പട്ടികളെ പോലെ ബാക്കിൽ ഇങ്ങനെ നടത്തിക്കാൻ ഇതാ തരാ കടം ചോദിച്ചവർക്ക് ചില ആൾ പറയലുണ്ട് പൈസ ഇല്ലാന്ന്. അപ്പോൾ തന്നെ പറയില്ല, കുറച്ച് പറയും ഞാൻ വൈകുന്നേരം നോക്കട്ടെ ഇവിടുന്ന് മറിച്ചിട്ട് തരാം എന്നൊക്കെ പറയുന്നില്ല. എന്നെ പോലെ അന്നൊരു സീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിനൊന്നും മറുപടി നമ്മളെ ജിഫ്രി തനിക്കൊന്നും മറുപടി പറയാൻ പറ്റൂല. അത് തന്നെയാണ് എൻ്റെ ഒന്നാമത്തെ യാഥാർത്ഥ്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില ചാനലുകാരും ചില രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഈ തങ്ങളെ വാക്കിൻ്റെ ഇങ്ങനെ വെലിങ്ങനെയാക്കി പറയുന്നതാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തങ്ങൾ പറയുന്ന കാര്യം ഒരേ വാക്ക് തന്നെയാണത്. തങ്ങൾക്ക് അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ പറയാനൊന്നും മൂപ്പർക്ക് ഇഷ്ടവുമില്ല. മൂപ്പർ അതുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഇന്ന് ചോദിക്കും, മുൻകാലങ്ങളിൽ ഈ മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ കാലത്തൊന്നും സമസ്തൻ്റെ പ്രസിഡന്റുമാരെ പോലത്തെ ആളുകളോടൊന്നും ചോദിക്കാൻ വരാറൊന്നുമില്ല. സാധാരണ അങ്ങനെ ചോദിക്കലില്ല, രാഷ്ട്രീയം ചോദിക്കില്ല. കാരണം ഇന്നിപ്പോൾ നിലവിൽ മുസ്ലിങ്ങളിൽ പല പ്രശ്നങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് ലീഗിനെ കൊണ്ട് പല അഭിപ്രായ ഭിന്നതകൾ വന്നിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. സമസ്തയിലൊക്കെ തന്നെ അവർ കയറ്റിയ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കിയില്ല ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ ചില ചാനലുകാരൊക്കെ ചോദിക്കുമ്പോൾ പ്രസിഡന്റ് എന്നുള്ളവർക്ക് തന്നെ മറുപടി പറയേണ്ടി വരും. അതന്നെയാണ് അയാൾ തുറന്ന് പറഞ്ഞത്. ആർക്ക് വോട്ട് കൊടുക്കുന്നു നമ്മൾ പറയുന്നില്ല, ആർക്ക് വന്ന് വോട്ട് കൊടുത്ത് അവരവർക്ക് ഇഷ്ടമുള്ള കൊടുത്ത്. കാരണം ഇത് ജനാധിപത്യ രാഷ്ട്രമല്ലേ, ആർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് കൊടുക്കുമല്ലോ, ഒരു മതത്തിൻ്റെ വോട്ട് കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ തങ്ങൾ ഇതിൽ വലിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കാരണം, ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്, ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ തങ്ങളിതിൽ വലിച്ചിട്ട് തങ്ങളെ വെറുതെ വൃത്തികേടാക്കരുത്. പാവം തങ്ങളെ വെച്ചാൽ അയാൾ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ദീനിൻ്റെ മാത്രം കാര്യങ്ങൾ നോക്കി നടക്കുന്ന അയാൾ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് കൊണ്ടിട്ടിട്ട് ഇന്നത്തെ ഈ പുതിയ രാഷ്ട്രീയക്കാരെ ഇന്നത്തെ നിലപാടിനനുസരിച്ചിട്ട് ആ തങ്ങളെ നിങ്ങൾ മാറ്റിയെടുക്കാമെന്ന് നോക്കണ്ട. മൂപ്പർ പറഞ്ഞ ഇതേ പറയുള്ളൂ. പിന്നെ ഇന്നത്തെ സാഹചര്യം എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ലീഗിൻ്റെ അവസ്ഥ എന്ന് വെച്ചെങ്കിൽ മുൻകാലങ്ങളിൽ പോലെന്നല്ല, മുന്നെല്ലാം ലീഗിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചിട്ട് മാത്രമേ കോൺഗ്രസ്സുകാർ ഇത് തീരുമാനം എടുക്കുള്ളൂ. ഇന്നിപ്പം പല രൂപത്തിലും ഇങ്ങനെ കുരങ്ങേൽപ്പിക്കാന്ന് ലീഗിന്. യഥാർത്ഥത്തിൽ ഒരു അന്തസ്സുള്ള ഒരു ടീമിന് പറഞ്ഞതല്ല എന്നുള്ളത്. കാരണം വെച്ചാൽ ഇന്നത്തെ ലീഗിൻ്റെ നിലപാടും അതുപോലെ തന്നെ മുന്നത്തെ ലീഗിൻ്റെ നിലപാടും ഇന്നിപ്പം മറ്റുള്ള പാർട്ടിക്കാരെല്ലാം ലീഗിനെ കാണുന്ന നിലപാട് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൽ നിൽക്കാനേ പാടില്ല എന്നുള്ളത്. എന്തുകൊണ്ട് ഈ ലീഗിന് ഒരു 4-5 സീറ്റിൽ കേരളത്തിൽ എവിടെയും ഒറ്റ നിന്ന് കാണിച്ചു കൊടുത്തുകൂടെ അവർക്ക്? അതല്ലേ അവർ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആദർശം കാണിക്കേണ്ട? അങ്ങനെയല്ലേ ഒരു 5-6 സീറ്റ് ഒറ്റക്ക് നിൽക്കാനിട്ട് മത്സരിക്കുക. കാരണം പാർട്ടി വിടണമെന്ന് പറയുന്നില്ല, കോൺഗ്രസ്സിന് വിടുന്നില്ല. നിങ്ങളുടെ സീറ്റ് നമുക്ക് വേണ്ട, ഞങ്ങൾ തനിച്ചിട്ട് നിന്നോളാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാറിയെന്നൂടെ. അത്ര ശക്തി ഇന്നിപ്പം ലീഗിനില്ല കേരളത്തിൽ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഈ ലീഗിൻ്റെ അണികളൊക്കെ ഇങ്ങനെ ഇവരൊരു കുരങ്ങെളിപ്പിക്കുന്നത്. ഇവർ ലീഗിൻ്റെ അണികളല്ലേ ഈ നേതാക്കന്മാർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ നേതാക്കന്മാർ ലീഗിൻ്റെ അണികളെ വികാരം കൂടെ മനസ്സിലാക്കണ്ടേ? ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പറയുന്ന കണക്ക് കേൾക്കുമെന്ന് പറഞ്ഞിട്ടായിട്ട് പോയാലൊന്നും കാര്യം നടക്കില്ല. ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഗിൻ്റെ നേതാക്കന്മാർക്ക് നല്ലൊരു വിലനില ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലങ്ങൾ പറയാറുണ്ട് എല്ലാ പാർട്ടിക്കാരും, അതായത് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു മരം വെച്ചിട്ട് ആ മരത്തിന് വോട്ട് കൊടുക്കണം പറഞ്ഞാൽ ലീഗിൻ്റെ അണികൾ വോട്ട് കൊടുക്കും. അതാണ് ലീഗ് എന്ന് പറയുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നതല്ല, ഇന്ന് മരമല്ല, ജീവുള്ളൊരു മനുഷ്യൻ നിന്നാലും ഇന്ന് ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണമെന്ന് ശരിക്കും ലീഗിൻ്റെ അണികൾ മനസ്സിലാക്കിയിട്ടുണ്ട് ജീവിക്കുന്നുള്ളത് ഇപ്പോൾ. കാരണം അത്രയും വെറുത്തിട്ട് വെക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇന്നുള്ള നേതാക്കന്മാർ ചില നടപടി കണ്ടിട്ട് എന്തിനു വേണ്ടി സീറ്റ് കെട്ടി ഇവരെ പിന്നിൽ നടക്കുന്നത്. ലീഗിന് എന്ത് ഒറ്റക്ക് നിന്നുകൂടെ? അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ, മാർക്സിസ്റ്റുകാർ ഇന്ത്യക്കാരല്ലേ? അല്ലെങ്കിൽ BJP ഒന്നിച്ച് നിന്നുകൂടെ? അങ്ങനെയാണെങ്കിൽ എന്തിപ്പോൾ BJPയും കോൺഗ്രസിൻ്റെ എന്ത് വ്യത്യാസമുള്ളൂ ഇപ്പോൾ ഇവിടെ? അല്ലെങ്കിൽ ഏത് പാർട്ടി എന്താ മുസ്ലിംസിന് ഏത് ഗുണമാണ് ഇവിടെ ഉള്ളത്? ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് പോകണമെങ്കിൽ ഏത് പാർട്ടിയും പോലെ ഇലക്ഷനിൽ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഒരു 10 ആൾക്ക് ഒരു 10 സീറ്റ് ഉണ്ടെങ്കിൽ വോട്ട് കൊടുത്തിട്ട് അവരെ കയറ്റിയേക്ക്. മാർക്സിസ്റ്റിൻ്റെ ഒരു 10 MP-മാരുമായി ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ പല പ്രശ്നങ്ങൾക്കും പാർലമെൻറ്റ് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ നേതാക്കന്മാരാണ്, ഓരോ MP-മാരാണ്, അല്ലെങ്കിൽ പ്രദേശത്തിരിക്കുന്ന കോൺഗ്രസ് അല്ലാതെ മറ്റൊരു നേതാക്കന്മാരാണ്. ഏത് കോൺഗ്രസ്സുകാരാണ് സംസാരിക്കുന്നുള്ളത്? അതുമാത്രമല്ല, എവിടെയാണ് മുസ്ലിങ്ങൾക്ക് ഇവർ സ്ഥാനം കൊടുക്കുന്നുള്ളത്? കോൺഗ്രസ്സിൽ എത്ര MP-മാർക്ക് ഇപ്പോൾ സീറ്റ് കൊടുക്കും? നമുക്കൊന്ന് നോക്കണം. ഇന്ത്യയിൽ ഇപ്പോൾ ഇതുണ്ടല്ലോ, എത്ര മുസ്ലിംസ് MP-മാറാൻ വേണ്ടിയിട്ട് എത്ര സീറ്റ് കൊടുക്കും നമുക്കൊന്ന് കണ്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ജിഫ്രി തങ്ങൾ ഇതിലേക്ക് കെട്ടിയൊലിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇത് പറയാനുള്ള കാരണം തങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല. മൂപ്പർ കഴിവായിട്ട് മൂപ്പർ ഇങ്ങനെ മതത്തിൻ്റെ ചുറ്റും കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന്. അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയക്കാർ പോകുമ്പോൾ അതിനെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. തങ്ങളെ നയം സമസ്തയുടെ ഒരു നയമാണ്. അത് ഇന്നത്തെ ലീഗിൻ്റെ നേതാക്കന്മാർ തെറ്റിയിട്ട് അവരെ നയത്തിൽ എന്തെല്ലാം മാറ്റം വന്നുകൊണ്ടാണ് ഇങ്ങനെ തങ്ങന്മാർക്കൊക്കെ മറുപടി പറയേണ്ടി വരുന്നതെന്ന് പറയാനുള്ളൂ. തെറ്റുകുറ്റങ്ങളൊന്നും ക്ഷമിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.